വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏർപ്പെടുത്തിയ നികുതി ഇളവിനെ എതിർത്ത് സമുദായ സംഘടനകൾ രംഗത്ത്. നീക്കം സംശയാസ്പദമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി പറഞ്ഞു. പുതുതലമുറ ലഹരിയിലേക്ക് നയിക്കുന്ന തീരുമാനമെന്നാണ് വിമർശനം. തീരുമാനം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും മാർ ജോസഫ് പാമ്പ്ളാനി കൂട്ടിച്ചേർത്തു. പ്രതികരണത്തിലേക്ക്. മദ്യം അത് 10 മുതൽ 20% വരെയും ആൽക്കഹോളിക് കണ്ടന്റ് 20-നും 40-നും ഇടയിലുള്ളത്, ഇതൊക്കെ നികുതി കുറച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മദ്യലഭ്യത വർദ്ധിപ്പിക്കാനും യുവജനങ്ങളെ ഈ മദ്യത്തിൻ്റെ വഴികളിലേക്ക് ആകർഷിക്കാനുമുള്ള നിലപാടായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായും ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ സർക്കാർ പുനർവിചിന്തനം നടത്തും എന്നാണ് ഞങ്ങളുടെ വലിയ പ്രതീക്ഷ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കലാണെന്ന് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ലഹരിക്ക് വീര്യം കുറഞ്ഞത് കൂടിയത് എന്ന വിശേഷണം തന്നെ ആവശ്യമില്ല. വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കിയാൽ യുവസമൂഹം മാരക ലഹരി തേടി പോകില്ല എന്ന വാദം യുക്തിരഹിതമാണ് എന്നും ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന് മുൻപിൽ തിരുത്തൽ ശക്തിയെ നിലകൊള്ളുന്നത് ജനാധിപത്യത്തിലെ നല്ല ലക്ഷ്യമാണ് എന്നും വി എം സുധീരനെ പ്രശംസിച്ച് ഓർത്തഡോക്സ് സഭയുടെ പ്രസ്താവന. മദ്യനികുതിയിൽ മുഖ്യമന്ത്രി പേരെടുത്ത് വിമർശിച്ചാണ് സമസ്ത AP വിഭാഗം നിലപാട് അറിയിച്ചത്. പറഞ്ഞ വാക്കിന്റെ വീര്യം കുറയരുത് എന്ന് AP വിഭാഗം മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. നടപടി ദൂരവ്യാപക ദൂഷ്യഫലമുണ്ടാക്കും. മുഖ്യമന്ത്രി മദ്യവ്യാപാരത്തിന് പച്ചക്കൊടി കാട്ടിയെന്നും വിമർശനമുണ്ട്. അനിൽ ജോർജ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. അനിൽ ജോർജ്, ഈ പറഞ്ഞതുപോലെ സമുദായ സംഘടനകൾ വ്യാപകമായ വിമർശനമാണ് ഈ തീരുമാനത്തിനെതിരെ സർക്കാരിനെതിരെ കൈക്കൊള്ളുന്നത്. ഈ മദ്യത്തിന് വീര്യം കൂടിയത് കുറഞ്ഞതൊന്നുമില്ല. അത് എങ്ങനെയാണെങ്കിലും ഈ പുതിയ നയം അല്ലെങ്കിൽ ഈ പുതിയൊരു തീരുമാനം അത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് സമുദായ സംഘടനകൾ ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെ എങ്ങനെയാകും സർക്കാർ ഇതിനെ കാണുക, എങ്ങനെയാകും ഇതിനെ നേരിടുക? ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ, ഭരണം തുടങ്ങിയ ആദ്യ മാസങ്ങളിൽ തന്നെ കടുത്ത എതിർപ്പ് ചില വിഷയങ്ങളിൽ സമുദായ സംഘടനകൾ പരസ്യമായി ഉന്നയിച്ച് രംഗത്തെത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് പ്രധാനമായും മദ്യനയം, സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും മദ്യവുമായി ബന്ധപ്പെട്ട നികുതി നിർദ്ദേശങ്ങളിലേക്ക് വന്ന ചില നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ സമുദായ സംഘടനകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ക്രൈസ്തവ സമുദായം ഇതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സമസ്ത AP വിഭാഗം അവരുടെ പത്രത്തിലൂടെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ലഹരിക്ക് വീര്യം കൂടിയത് കുറഞ്ഞത് എന്ന കാറ്റഗറി എങ്ങനെയാണ് വെക്കാൻ കഴിയുക? ഇത് യുവജനങ്ങളെ ലഹരിയിലേക്ക് വീഴിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തീരുമാനം എന്ന നിലയിലേ അതിനെ കാണാൻ കഴിയൂ എന്ന അടക്കമുള്ള കടുത്ത വിമർശനം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ മേഖലയിൽ നിന്നാണെങ്കിൽ പ്രബലമായ 2 ക്രൈസ്തവ സഭകൾ ഇന്ന് കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഓർത്തഡോക്സ് സഭ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ലഹരിക്ക് അവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലഹരിക്ക് എങ്ങനെയാണ് വീര്യം കൂടിയത് കുറഞ്ഞത് എന്ന നിലയിൽ ചില കാറ്റഗറി നിർണ്ണയിക്കാൻ കഴിയുക? ലഹരി എന്നാൽ എല്ലാം ലഹരിയാണ്. ആ മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു സമീപനവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഓർത്തഡോക്സ് സഭ പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ സീറോ മലബാർ സഭയും കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറി കൂടിയായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി കടുത്ത വിമർശനമാണ് സർക്കാരിന് മേൽ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭ VM സുധീരന്റെ നിലപാടിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ. ഒപ്പം സീറോ മലബാർ സഭ ഈ തീരുമാനം, സർക്കാരിൻ്റെതായ ഈ തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കും. VD സതീശൻ സർക്കാർ ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു.